കുഞ്ഞപ്പോ ഞാൻ എന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്, എന്നിട്ട് ഇജ്ജ് കണ്ടില്ല? എന്റെ ചിന്ത വേറെ എവിടെയൊക്കെയാണല്ലോ. എന്താണ് ഇജ്ജ് കാട്ടിന് കുഞ്ഞപ്പോ? ഈ ഓലെടുത്തോണ്ട് എന്താ കുഞ്ഞപ്പോ ആകണ്ട് കറുത്തുക്കണല്ലോ? എന്ത് പറ്റി? പണിക്കൊക്കെ തുടങ്ങിയ? പണിക്കൊക്കെ തുടങ്ങിയല്ലേ? വെയിലത്ത് പണിക്കുന്നതിന് നല്ല പണിക്ക് പോകാനല്ലേ? എന്തു വെയിലാണ്, ഇങ്ങനെ ഒരു വെയിലുണ്ടാവൂല. അതെന്തിനാ കുഞ്ഞാപ്പൂജി വെയിലത്ത് പോയിക്കണ്? വെയിലത്ത് ഭയങ്കര വെയിലായിരുന്നു. വെയിലത്ത് പോയത് ഒന്നല്ലടാ, ഇജ്ജ് അന്നെ വിളിക്കാത്തതിന് ഇജ്ജ് ഇന്നെ ദേഷ്യം പിടിക്കരുത്. ഞാനൊരു കാര്യം പറയട്ടെ. ദേഷ്യം പിടിക്കില്ലല്ലോ? എന്നോട് അസറപ്പാക്ക പറഞ്ഞേ, ആ വലിയ വീട്ടിലെ താത്തല്ലേ, വലിയ വീട്ടുകാര് ഒരു കിറ്റ് കൊടുക്കില്ലായിരുന്നു. അത് ശരിയാണ്. അപ്പൊ ഞാൻ ഇമ്മാനോട് പറഞ്ഞു, ഇമ്മ ഞാൻ പോവാണ് കിറ്റ് വാങ്ങാന്. അപ്പൊ ഉമ്മ എന്നോട് പറഞ്ഞ വാവാനെ വിളിച്ചടാ. അപ്പൊ ഉമ്മ ഞാൻ പറയും വാവാനെ വിളിച്ചോ വരൂല്ലാന്ന്. അല്ലടാ വാവാനെ വിളിച്ചത് വാവാന്റെ വണ്ടിമാട് പോയിക്കോ. അപ്പൊ ഞാൻ പിന്നെ എനിക്കൊരു ബുദ്ധിമുട്ട് വേണ്ട, എന്റെ വണ്ടീന്റെ പെട്രോളൊന്നും കഴിക്കണ്ട, അയച്ചു തന്നെ വിളിക്കാഞ്ഞത്. അതെന്തായാലും നന്നായി കുഞ്ഞപ്പോ. എന്നിട്ട് മോനെ എന്നോട് പറയാന് എന്തോ വരിയായിന് കണ്ടമാനം ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ മോനെ ഞാൻ എന്നിട്ട് കൊറേ നേരം ഞാൻ വെയില് ഭയങ്കര വെയിലത്ത് ഞാൻ പിന്നെ പെരേക്കാനെ പോവാൻ നോക്കും. അപ്പൊ ഞാൻ വിചാരിക്കും കിറ്റ് കിട്ടും, ഉമ്മ ആരെങ്കിലും കിറ്റ് ഇല്ലാതെ വരണ്ട, അവിടെ പോയി നീ തിരിച്ചു വരാനൊക്കെ കിറ്റ് മേടിച്ച് പോരുകയാണ്. അങ്ങനെ കൊറേ നിന്നപ്പോ അവിടുത്തെ ആൾക്കാർ എന്നോട് പറഞ്ഞു, എല്ലാ ചങ്ങായിയെ ഇജ്ജ് കൊടുത്തു തന്നെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഉള്ളായിരുന്നു. അപ്പൊ കൊറേ ആൾക്കാരൊക്കെ പറയല്ല, ചെക്കന് ചെറുപ്പക്കാരൻ ചെക്കനാണ്, ചെറിയ വലിയ പണിക്കും പോയിക്കൂടാ, നമ്മളെ പോലത്തെ ഒന്നുമില്ലല്ലോ, ചെറുപ്പം ചെക്കനല്ലോ. ശരിയാണ് പറഞ്ഞത്. പണിക്ക് പോകാൻ പറ്റില്ല വരുവാ. അങ്ങനെ ഞാൻ മുണ്ടിയില്ല, കിട്ടണേ കിട്ടിക്കോട്ടെ വെച്ചിട്ട്. ഉണ്ടെങ്കിൽ ഓരോരു തല്ലുപടി ഉണ്ടെങ്കിലേ നമുക്ക് കിട്ടണില്ലാതാവും. എന്നോട് അറിയാം വാവാ. എന്നിട്ട് എല്ലാരും കാത്തു നിന്നിട്ടാ സഞ്ചി ഒന്നും എടുക്കണ്ട, അപ്പൊ അവിടെ റെഡിയാക്കി. അപ്പൊ ഇന്നോട്ട് ഞാൻ നോക്കുമ്പോണ്ട് ഒരു പെണ്ണേറ്റും തോന്നുന്നു, ഒരു ചങ്ങായും തോന്നുന്നില്ല, റേഷൻ മടയിലേക്ക് അരി മേടിക്കാൻ പോയെന്ന് തോന്നുന്നു. റേഷൻ കാർഡ് എടുക്കില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ നിങ്ങൾ റേഷൻ മടയിൽ അരി മേടിക്കാനല്ലോ, ഇത് കിറ്റ് കൊടുക്കണല്ലോ. അപ്പൊ അവര് എന്നോട് പറയണല്ലോ, ചങ്ങായിയെ കിറ്റ് കൊടുക്കണമെങ്കിൽ റേഷൻ കാർഡ് വേണം എന്നാലേ കിട്ടുള്ളൂ. ആൾക്കാര് പിന്നെയും മേടിച്ചോണ്ട് ശരിയാണ്. അപ്പൊ ഞാന് മോനെ 5-6 മണിക്കൂർ വെയില് കൊണ്ടിട്ട് അത് ആ പെരക്കാരല്ലേ കൊടുക്കണത്, പണിക്കാരാക്കിയ ആൾക്കാരാണ്. അപ്പൊ ഞാൻ ഓരോരൊക്കെ കിറ്റ് അപ്പൊ ആ ചങ്ങായി എന്റെ മുഖത്തൊക്കെ നിങ്ങൾ എവിടുത്തുള്ളാന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വീവാത്താത്താന്റെ മോനാണ്. ഏത് വീവാത്തോത്താ വെച്ചു. ഞാൻ പറഞ്ഞു ഇന്ന വീവാത്താത്ത ഓർക്കറിയാം. അപ്പൊ മറ്റോ പറയാം നമ്മക്ക് എന്ത് വീവാത്താത്ത, എത്ര ആള് വരുന്നതല്ലേ. എന്നാ റേഷൻ കാർഡ് കാട്ടുകാരൻ. ഞാൻ പറഞ്ഞു എന്റെ റേഷൻ കാർഡൊന്നും ഇല്ല. അപ്പൊ മറ്റേക്കെ പറയാ കൊടുക്കണ്ടട്ടാ, ഇതിനെ മുന്നിൽ വന്ന് മേടിച്ചിട്ടുണ്ടാവും, ഞമ്മക്കൊക്കെ മുതലാളിനും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കിറ്റ് തന്നില്ലടാ. അങ്ങനെ കറുത്താണല്ലേ വെയിലോണ്ടിട്ട്? അങ്ങനെ വെയിലോണ്ട് ഞാൻ വെറുതെ കറുത്തും ചെയ്തു. ദേഷ്യം പിടിക്കുക. നോമ്പുകാലല്ലേ, ഒരു വെള്ളം കൂടി കുടിക്കാൻ പറ്റൂലല്ലോ. ആ നേരം കൊണ്ട് പണിക്ക് പോവുകയാണെങ്കിൽ 2 കിറ്റ് വാങ്ങുവാണെങ്കിൽ 300 ചില ഉറപ്പ് കിട്ടിയെന്ന് ഓരോക്കെ വർത്താനം പറഞ്ഞു നിൽക്കുകയും ചെയ്യാൻ 2 കിറ്റും വാങ്ങായിരുന്നു ആ പൈസ. അത് പറ്റില്ല. അതാണ് പറഞ്ഞത്. അങ്ങനെ പറയാ എന്നോട് പറയാ കൊറേ അവിടെ പണിക്ക് പോവാത്തവർക്കുള്ള ശിക്ഷയാണിത്. എന്നിട്ട് ആശാക്കാർക്ക് പോകണം. കഴിഞ്ഞ പ്രാവശ്യം ഒരു 50 ഉറുപ്പ്യ വന്നിട്ട് പ്രാവശ്യം 100 ഉറുപ്പ്യ തരേക്കാരല്ലേ. അപ്പൊ അത് മനസ്സിലാക്കി നടക്കല്ലേ. എന്തായാലും ഇനിയിപ്പോ 2 ദിവസത്തല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞ് പോണം മോനെ. എന്നിട്ട് ആ പോണ പോക്കില് കിട്ടണ ഓല എടുത്ത് പോവൂലേ? ഞാൻ ഈ ഓല വെറുതെ അതിനൊക്കെ ആവശ്യക്കാരുണ്ടാവും, ആൾക്കാരെടുക്കുകയും ചെയ്യൂല, അതിന്റെ മുതലാളിമാരുണ്ടാവും. അതിനൊക്കെ പറഞ്ഞു എടുത്തോന്ന് പറഞ്ഞിരിക്കണേ. അപ്പൊ വെറുതെ നാസാക്കി കളയണ്ട. അത് നാസാവുന്നില്ല കുഞ്ഞാപ്പോ, ഉപകാരാവൂലേ, അതുകൊണ്ട് എടുത്തതാടാ. ഇന്ന് എടുക്കട്ടെ ഓലൊക്കെ. എന്താ പരിപാടി പോയിട്ട് വരെ പോയിട്ട് ഇനി ഇമ്മാനത്തിന് ചീത്തട്ടാവോ? ഇമ്മ ഒന്നും മറക്കണ്ടെന്ന് അറിഞ്ഞതല്ലേ. ഞാൻ റേഷൻ കാർഡ് മറക്കും ചെയ്ത് നാളെ പോവാച്ചിട്ടാണ്. നാളെ കിട്ടുവോ? നാളെ ഒരു പറയും ഇന്നത്തോട് കഴിച്ചെന്ന് പറഞ്ഞു. ചിലപ്പോ നാളെ കൊടുത്താലോ, എന്താ പറയാ പറയാൻ പറ്റില്ലല്ലോ.
ഇപ്പൊ എന്നെ തിരിപ്പിക്കാവൂ. അല്ല നാളെ ഒന്ന് പോയാ ഇജ്ജ് അവിടുന്ന് കഴിച്ചിലാകാൻ വേണ്ടിട്ട് പറഞ്ഞാവൂ. ഇല്ലാടെ നാളെ ഒന്ന് പോയി ഒക്കെ കിട്ടിയെങ്ങായി നിങ്ങൾ വേണ്ട ഒന്നുകൂടി കറക്കും ചെയ്യല്ലോ അല്ലേ? നീ അല്ലാ ഞാൻ റേഷൻകാർഡിട്ട് പോണോ ഉണ്ടെങ്കിലേ നിക്കുള്ളൂ ഞാൻ. എന്നാ കുഞ്ഞാപ്പോ ഞാൻ വളരെ പോയിക്കൊന്നാ.